കേരളമെങ്ങും വളരെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. നിങ്ങൾ സുരക്ഷിതരായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്തു കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ സൗഹൃദത്തെ കുറിച്ചിട്ടാണ്. ഈ ഒരു വീഡിയോ മുതിർന്നവരെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടാനിട കുട്ടികളായിരിക്കും. കുട്ടികൾക്ക് സൗഹൃദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം വിലമതിക്കുന്ന ഒന്നാണല്ലോ. വിശ്വഗുരുവായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനും അതിദരിദ്രനായിട്ടുള്ള കുചേലൻ എന്ന് വിളിക്കപ്പെടുന്ന സുദാമാവും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥയും നമുക്ക് കേട്ടു നോക്കാം. പണവും ആഡംബരങ്ങളും ഒന്നുമല്ല, മനസ്സിലെ ശുദ്ധമായ സ്നേഹമാണ് യഥാർത്ഥ സമ്പത്ത് എന്നുള്ള സത്യം ഈ ഒരു കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കഥ തുടങ്ങുന്നത് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നാണ്. പൗരാണിക കാലത്ത് രാജകുമാരന്മാരാകട്ടെ അതിസാധാരണക്കാരായിട്ടുള്ള കുട്ടികളാകട്ടെ അതിസാധാരണക്കാരുടെ കുട്ടികളാകട്ടെ എല്ലാവരും വിദ്യ അഭ്യസിച്ചിരുന്നത് ഒരു ഗുരുവിന്റെ കീഴിൽ നിന്നായിരിക്കും. എല്ലാവരും ഒരുമിച്ച് ആ ഗുരുകുലത്തിൽ താമസിച്ച് ഗുരുവിന്റെ ശിക്ഷണത്തിൽ ഗുരുവിന് സേവ ചെയ്ത് ാണ് ഈ പഠന കാലാവധി പൂർത്തിയാക്കുന്നത്. അങ്ങനെ ഈ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ചാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും അതിദരിദ്രനായിട്ടുള്ള സുദാമാവും കണ്ടുമുട്ടുന്നത്. ആദ്യമായിട്ട് അവര് ഗുരുകുലത്തിൽ വെച്ച് ഒരേ പാത്രത്തിൽ ഭക്ഷിച്ച് ഒരേ പായയിൽ കിടന്നുറങ്ങി ആശ്രമത്തിലേക്ക് വേണ്ടുന്ന വിറക് ശേഖരിക്കാനായിട്ട് ഒന്നിച്ച് വനത്തിലേക്ക് യാത്രകൾ പോയി. ഇങ്ങനെ വളരെ അടുപ്പത്തിലായി ഒരു തിക് ഫ്രണ്ട്സ് എന്നൊക്കെ പറയില്ലേ, അവന് ആ ഒരു തിക് ഫ്രണ്ട്സ് ആയി തീർന്നു ഭഗവാൻ ശ്രീകൃഷ്ണനും സുദാമാവും. അങ്ങനെ അവരുടെ ഗുരുകുലത്തിലെ പഠന കാലാവധി വളരെ സന്തോഷമായിട്ട് തന്നെ കടന്നുപോയി. പഠനമെല്ലാം അവസാനിച്ചിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനും കുചേലനും ഒക്കെ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞു. ഭഗവാൻ കാലക്രമത്തിൽ ദ്വാരകാനാഥനായി തീർന്നു. അദ്ദേഹത്തിന് കൊട്ടാരവും വളരെ ഭംഗിയേറിയ സിംഹാസനവും ഒക്കെ ലഭ്യമായി. എന്നാൽ നമ്മുടെ പാവപ്പെട്ടവനായിട്ടുള്ള സുദാമാവ് അർത്ഥപത്നിയിൽ ഒരു സാധാരണ ബ്രാഹ്മണനായിട്ട് തന്നെ അദ്ദേഹം കാലം കഴിച്ചു കൂട്ടുകയാണ്. വിവാഹമൊക്കെ കഴിഞ്ഞെങ്കിലും മക്കളൊക്കെ ആയെങ്കിലും അദ്ദേഹത്തിന് തൻ്റെ കുട്ടികൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കാനുള്ള വക പോലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നിരന്തരമായിട്ടുള്ള പട്ടിണിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം തുടർന്നു പോന്നിരുന്നത്. ഇങ്ങനെയുള്ള ഈ കടുത്ത പട്ടിണിക്കിടയിൽ സുദാമന്റെ ഭാര്യ ഒരു ദിവസം പറഞ്ഞു, പ്രാണനാഥ, നമ്മുടെ കുട്ടികൾ വിശന്ന് കരയുന്നത് അങ്ങ് കാണുന്നില്ലേ? ഇവിടെ അടുപ്പിൽ തീ കൂട്ടിയിട്ടാണെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ സുഹൃത്താന്ന് പറയുന്ന ശ്രീകൃഷ്ണനെ കാണാനായിട്ട് അങ്ങേക്കൊരു ദിവസം പോയിക്കൂടെ? നമ്മുടെ ഈ അവസ്ഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സഹായിക്കാതിരിക്കില്ല. ഭാര്യയുടെ ഈ സംസാരം കേട്ടിട്ട് അദ്ദേഹം തല താഴ്ത്തിയിരുന്നു. സുദാമാവ് ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനൊരു ആവശ്യം പറഞ്ഞ് ഞാൻ എങ്ങനെയാണ് പോവുക? ശ്രീകൃഷ്ണൻ ഇപ്പോൾ ചെറിയ ആളൊന്നുമല്ല, അദ്ദേഹം വലിയൊരു രാജാവാണ്. എന്നെ ഓർക്കുന്നുണ്ടോ അതും അറിയില്ല. മാത്രമല്ല, നമ്മുടെ ഒരു ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളുടെ അടുത്ത് സമീപിക്കുന്നത് അത്ര ശരിയായ കാര്യവുമല്ല. ഇത് കേട്ട ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ സഹായം ചോദിച്ചുകൊണ്ട് പോകണ്ട, സുഹൃത്തിനെ കാണാൻ പോകാമല്ലോ, അതിന് തടസ്സമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഭാര്യയുടെ നിരന്തരമായിട്ടുള്ള നിർബന്ധം സഹിക്കവയ്യാതെ അദ്ദേഹം ദ്വാരകയിലേക്ക് പോകാനായിട്ട് തീരുമാനമെടുത്തു. അപ്പോഴും ഉണ്ടൊരു പ്രശ്നം. രാജാവിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും സമ്മാനമായിട്ട് കൊണ്ടുപോകണമല്ലോ. അത് വാങ്ങാനുള്ള അദ്ദേഹത്തിന് വേണ്ടിയുള്ള സമ്മാനം വാങ്ങാനുള്ള വകയും കണ്ടെത്താനായിട്ട് സുദാമാവിനെ കൊണ്ട് സാധ്യമല്ല. അദ്ദേഹത്തിന് അത് ആവില്ല. ആ ഒരു പ്രശ്നവും ഭാര്യ പരിഹരിച്ചു കൊടുത്തു. ആ വീട്ടിൽ അവശേഷിച്ചിരുന്ന ഒരു പിടി അവില് നന്നായിട്ട് വൃത്തിയായിട്ട് പൊതിഞ്ഞ് ഒരു കിഴിയായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സുദാമാവിന്റെ കയ്യിൽ കൊടുത്തു. ഇതുമായിട്ട് നിങ്ങൾ പോകും. അങ്ങനെ അദ്ദേഹം ഭാര്യ പൊതിഞ്ഞു നൽകിയ അവിൽപ്പൊതിയുമായിട്ട് തൻ്റെ പഴയ സതീർത്ഥനെ കാണാനായിട്ട്, പഴയ സഹപാഠിയെ കാണാനായിട്ട് ദ്വാരകയിലേക്കുള്ള യാത്ര തുടങ്ങി. ദൂരമേറെ നടന്ന് ഒടുവിൽ അദ്ദേഹം ദ്വാരകയിലെത്തി. ദ്വാരകയിലെ കമനീയമായിട്ടുള്ള കൊട്ടാരങ്ങളും മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളും കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഈ കൊട്ടാരം എവിടെ? ഇത്രയും ഐശ്വര്യത്തിൽ നിൽക്കുന്ന ദ്വാരക എവിടെ? ഞാനെവിടെ? എന്നൊക്കെ ചിന്തിച്ച് ആകെ വിഷമനായി സുദാമാവ്. തിരിച്ചു പോയാലോ എന്നുവരെ ആലോചിച്ചു. ഇങ്ങനെയുള്ള പലവിധ ചിന്തകളാൽ വലഞ്ഞ് മുഷിഞ്ഞ വേഷം ധരിച്ച് കൊട്ടാരവാദത്തിലെത്തിയ സുദാമാവിനെ കാവൽക്കാർ തടഞ്ഞു. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൊട്ടാരമാണിത്. ഇവിടെ ഭിക്ഷാടനമൊന്നും അനുവദിക്കില്ല, നിങ്ങൾ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് കാവൽക്കാര് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ആട്ടിവിട്ടു. കാവൽക്കാരുടെ നേർക്ക് കൈ കൂപ്പിക്കൊണ്ട് സുദാമാവ് പറഞ്ഞു, അയ്യോ, ഞാൻ ഭിക്ഷാടനത്തിന് വന്നതല്ല, ഞാൻ ശ്രീകൃഷ്ണന്റെ സഹപാഠിയും കൂട്ടുകാരനും ഒക്കെയാണ്.
നിങ്ങൾ എന്നെ ദയവായിട്ട് അകത്തേക്ക് ഒന്ന് കയറ്റിവിടും. ഇത് കേട്ടതും കാവൽക്കാർ അയാളെ കണക്കറ്റ് പരിഹസിച്ചു. അയ്യോ, നിങ്ങളാണോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹപാഠി എന്ന് പറയുന്നത്, കൂട്ടുകാരൻ എന്ന് പറയുന്നത്? ഈ മുഷിഞ്ഞ വസ്ത്രത്തിൽ ദരിദ്രനായിട്ടുള്ള നിങ്ങൾ എങ്ങനെ ഭഗവാന്റെ കൂട്ടുകാരനാകും എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ അവർ കടത്തിവിടാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം വളരെ സങ്കടത്തോടെ, വിഷണ്ണനായിട്ട്, ദുഃഖിതനായിട്ട് ആ കൊട്ടാരവാതിലെ പടിക്കെട്ടിൽ അവിടെ തളർന്നിരുന്നു പോയി. ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഭഗവാന്റെ നാമം ഒരു ജപമന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഇനിയാണ് ശരിക്കുള്ള അത്ഭുതം സംഭവിക്കുന്നത്. കൊട്ടാരത്തിനകത്ത് സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്ന ഭഗവാന്റെ കാതുകളിൽ സുദാമാവിന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. തൻ്റെ സുഹൃത്ത് കൊട്ടാരവാതിൽക്കൽ വന്നിട്ടുണ്ട് എന്നത് സത്യം മനസ്സിലാക്കിയ ഭഗവാൻ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ലോകപാലകനായിട്ടുള്ള വിശ്വഗുരുവായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊട്ടാരവാതിൽക്കിലേക്ക് നടന്നല്ല പോയത്, ഓടിച്ചെന്നു. കൊട്ടാരവാതിൽക്കൽ ഇരിക്കുന്ന സുഹൃത്തിനെ കണ്ടതും ഓടിയെത്തിയ ഭഗവാൻ സുദാമാവിനെ വട്ടം കെട്ടിപ്പിടിച്ചു. ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഒഴുകി. രുക്മിണി ദേവി അടക്കമുള്ള ആളുകൾ ഈ ഒരു കാഴ്ച കണ്ട് വിസ്മയത്തോടെയാണ് നോക്കിയിരുന്നത്. സുദാമ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്? ഭഗവാൻ വളരെയധികം ഔത്സുക്യത്തോടെ ചോദിക്കുകയാണ്. ആർത്തനായ സുദാമാവ് ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, അങ്ങ് ഇത്ര വലിയ ചക്രവർത്തി ആയിരുന്നിട്ടും എന്നെ ഓർക്കുന്നുണ്ടല്ലേ? ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ മൂഢ, നിന്നെ അല്ലാതെ ഞാൻ ആരെയാണ് ഓർക്കേണ്ടത്? നമ്മൾ ഒന്നിച്ച് ആശ്രമത്തിലുണ്ടായിരുന്ന ആ നാളുകൾ ഒന്നും തന്നെ ഞാൻ മറന്നിട്ടില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ സ്വന്തം കൈകളാൽ സുദാമാവിന്റെ കാലുകൾ കഴുകി അദ്ദേഹത്തെ സിംഹാസനത്തിൽ ഇരുത്തി ആദരിച്ചു. രാജ്ഞിയായ രുക്മിണി ദേവി ആലവട്ടം വീശി. കൊട്ടാരത്തിലുള്ള സർവരും ഈ ഒരു കാണാത്ത കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ട് നിൽപ്പായി. കൂട്ടുകാരൻ തന്നോട് കാണിക്കുന്ന സ്നേഹത്തില് സുദാമാവിന്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. അദ്ദേഹം തൻ്റെ കൂട്ടുകാരന് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള, താൻ വളരെയധികം സൂക്ഷിച്ച് കൊണ്ടുവന്നിട്ടുള്ള ആ വിൽപ്പതി എടുക്കാനായിട്ടൊന്നും മടിച്ചു. കാര്യം മറ്റൊന്നുമല്ല, ലോകനാഥന് കൊടുക്കാൻ പറ്റിയ സമ്മാനമല്ലല്ലോ ഇതെന്നുള്ളൊരു തോന്നലായിരുന്നു ആ പാവത്തിന്റെ ഉള്ളില്. പക്ഷെ സർവ്വതും അറിയുന്ന ലോകപാലകനായിട്ടുള്ള കൃഷ്ണന്റെ കണ്ണുകളെ ഒളിക്കാൻ കഴിയൂ? സാധിക്കില്ല. അദ്ദേഹം ഒരു നേർത്ത പുഞ്ചിരിയോടെ സുദാമാവിനോട് ചോദിച്ചു, സുദാമ, നീ ഇത്ര ദൂരം നടന്ന് എന്നെ കാണാൻ വന്നിട്ട് എന്ത് സമ്മാനമാണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? കാണട്ടെ. സുദാമാവ് ലജ്ജയോടെ ആ മുഷിഞ്ഞ അവിൽപ്പൂതി എടുത്ത് ഭഗവാന്റെ നേരെ നീട്ടി. ഭഗവാൻ അത് വളരെയധികം ഔത്സുക്യത്തോടെ വാങ്ങി. കിഴിയുടെ കെട്ടുകളൊക്കെ അഴിച്ച് ആ മുഷിഞ്ഞ പൊതിയിൽ നിന്ന് ഒരു പിടി അവിലെടുത്ത് വളരെ സ്വാദോടുകൂടി കഴിച്ചു. അവിൽ കഴിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, സുദാമ, എന്തൊരു രുചിയാണിതിന്! ഇതിന്റെ മധുരം അമൃതനേക്കാൾ വലുതാണ്. എൻ്റെ ഉള്ളിലെ സകല ആഗ്രഹങ്ങളും ഇത് നിറവേറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പിടി കൂടി വാരാൻ ചൊരിഞ്ഞ ഭഗവാനെ രുക്മിണി ദേവി തടഞ്ഞു. എന്തിനാണ് തടഞ്ഞതെന്നറിയണ്ടേ? പ്രഭോ, ഒരു പിടി അവൽ കൊണ്ട് തന്നെ ലോകത്തിലെ സർവ്വസമ്പത്തും സുഖസൗകര്യങ്ങളും എല്ലാം അങ്ങ് സുദാമാവിന് കൊടുത്തു കഴിഞ്ഞു. അടുത്തൊരു പിടി കൂടി കഴിച്ചാൽ ഒരുപക്ഷെ ലോകം തന്നെ അദ്ദേഹത്തിൻ്റെതായി മാറും. അതാണ് ഭഗവാന്റെ സ്നേഹം എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ഈ ലോകത്തിന്റെ നെറുകയിൽ തന്നെ നമ്മളെ കൊണ്ടിരുത്തും, ഒരു സംശയമില്ല. സുദാമാവ് തിരികെ കൊട്ടാരത്തിൽ നിന്ന് തിരികെ തൻ്റെ താമസ സ്ഥലത്തേക്ക് ചെന്നു. തൻ്റെ കൊച്ചു കുടിലിരുന്ന സ്ഥാനത്ത് വലിയൊരു മണിമാളികയെ കണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ നിന്ന് ഞെട്ടി. വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഭാര്യയെയും മക്കളെയും കണ്ട് അദ്ദേഹം ഭഗവാന് മനം നിറഞ്ഞ് നന്ദി പറഞ്ഞു. കണ്ടില്ലേ കൂട്ടുകാരെ, ഇവിടെ സുദാമാവ് കൊടുത്ത ആ വിൽപ്പതിക്ക് പകരമായിട്ട് ശ്രീകൃഷ്ണൻ അമൂല്യമായ സമ്പത്തും സന്തോഷവുമാണ് തൻ്റെ കൂട്ടുകാരന് തിരികെ കൊടുത്തത്. ഇവിടെ പ്രാധാന്യം സമ്പത്തിലൊന്നുമല്ല കേട്ടോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അത്രയും ഉന്നതനായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടും തൻ്റെ പഴയ സഹപാഠിയായിട്ടുള്ള സുദാമാവിനോട് കാണിച്ച യഥാർത്ഥമായിട്ടുള്ള സ്നേഹവും കരുതലുമാണ്. അദ്ദേഹം സുദാമാവിനെ മറന്നില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥാനം നൽകി ആദരിച്ചു എന്നുള്ളതാണ്. പണവും പദവിയും സമ്പത്തും എന്നുള്ള കാര്യം പരസ്പര ബഹുമാനമാണ് സൗഹൃദത്തിന്റെ കാതൽ എന്നുള്ളതാണ് ഈ ഒരു കഥാസന്ദർഭത്തിലൂടെ നമുക്ക് ഭഗവാൻ മനസ്സിലാക്കി തരുന്നത്. ഈ ഒരു കഥാസന്ദർഭത്തിൽ നിന്നും നമുക്ക് എടുക്കാവുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. സ്നേഹത്തിന് പണത്തേക്കാൾ മൂല്യമുണ്ട്. നിസ്വാർത്ഥമായുള്ള സ്നേഹമുള്ളവർ നമ്മുടെ സുഹൃത്തുക്കളെ വിഷമതകൾ അനുഭവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെ അവരുടെ വിഷമതകളിൽ അറിഞ്ഞ് സഹായിക്കുക എന്നുള്ളതാണ്. വലിയ രാജാവായാലും സാധാരണക്കാരനായാലും സ്നേഹത്തിന് മുമ്പിൽ തുല്യരാണ്.
നമ്മൾ എത്ര ഉന്നതമായ പദവികളിലെത്തിയാലും നമ്മളുടെ പഴയ കാലത്ത് നമ്മൾ മറക്കാതെ വിനയത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രാഥമികമായിട്ട് നമ്മൾ ജീവിതത്തിൽ പകർത്താവുന്ന ഒരു പാഠം തന്നെയാണ്, സംശയമൊന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്ന വലിയ പാഠങ്ങൾ മനസ്സിലാക്കി തന്ന ഈ ഒരു കഥ നമുക്ക് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് കുറിക്കാൻ പഠിക്കണ്ട. അപ്പോൾ വരുന്ന വീഡിയോകൾ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമസ്കാരം.